നമസ്കാരം. വെറും 9.5% പലിശയ്ക്ക് 5 ലക്ഷം രൂപ സർക്കാർ നിങ്ങൾക്ക് പേഴ്സണൽ ലോൺ തന്നാലോ? അടിപൊളിയായിരിക്കും അല്ലേ? എന്നാൽ ഇന്ന് ഞാൻ അതാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. കേരള ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനം പേഴ്സണൽ ലോൺ കൊടുക്കുന്നുണ്ട്. 9.5% ഇൻട്രസ്റ്റ് റേറ്റ്. 5 ലക്ഷം രൂപ 5 വർഷത്തേക്ക് നിങ്ങൾക്ക് തരും. വയസ്സ് 18-നും 60-നും ഇടയിൽ ആയിരിക്കണമെന്ന് മാത്രം. അപ്പൊ എന്റെ വിശദാംശങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പേഴ്സണൽ ലോൺ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് എല്ലാവരും ബോധവാന്മാരായിരിക്കണം. RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്ഥാപനമാണോ എന്ന് നോക്കണം. അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിലുള്ള ആപ്പുകളുടെ റിവ്യൂ കാര്യങ്ങൾ വായിച്ചു നോക്കണം. ലോണിന്റെ ഡോക്യുമെന്റ് കൃത്യമായിട്ട് നിങ്ങൾ വായിച്ചു നോക്കണം. ലോൺ അഗ്രിമെന്റ്, അതുകൂടാതെ ഇവരെ വിളിച്ചാൽ കിട്ടുന്ന കോൺടാക്ട് നമ്പർ ഉണ്ടോ, അഡ്രസ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കണം. ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈലിലേക്കുള്ള ഗാലറിയിലേക്കുള്ള ആക്സസുകൾ ചോദിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ഇതൊക്കെ നോക്കിയതിന് ശേഷം തിരിച്ചടക്കാനുള്ള ശേഷി എനിക്കുണ്ട്, എനിക്കത് തിരിച്ചടക്കാൻ പറ്റും, പ്ലാൻ എയും ബിയും സിയും ഒക്കെ ഉണ്ട്. എ പൊട്ടിക്കഴിഞ്ഞാൽ ബിയിലൂടെ തിരിച്ചടക്കാം, ബി പൊട്ടിക്കഴിഞ്ഞാൽ സിയിലൂടെ തിരിച്ചടക്കാം എന്നുള്ള എല്ലാ രീതിയിലുള്ള പ്ലാനും ഉണ്ട്. പ്രോപ്പർ ആണ് എന്നുണ്ടെങ്കിൽ മാത്രം പേഴ്സണൽ ലോൺ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ എടുക്കാതിരിക്കുക. അതുപോലെ തന്നെ പലരും നിങ്ങളുടെ മൊബൈലിലേക്ക് SMS ആയിട്ടും കോളൊക്കെ ആയിട്ട് വരും. ഇത്ര അപ്രൂവ്ഡ് ആയി, ഇത്ര ലോൺ തരാം. അത് പല പല കമ്പനികളുടെ പേരിൽ, ആദിത്യയുടെ പേരിൽ, റിലയൻസിന്റെ പേരിൽ, SBIയുടെ പേരിൽ, കനറ ബാങ്കിന്റെ പേരിൽ പല ആൾക്കാരും നിങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് അയക്കും. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ഇംപ്രസ്ഡ് ആയിട്ട് അതിനകത്ത് കയറിയിട്ട് അപ്ലൈ ചെയ്ത് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മുഴുവൻ കാര്യങ്ങളും ഡാറ്റാസും പോകും. എല്ലാം കൂടി അവർ എടുത്തുകൊണ്ട് പോകും. അക്കൗണ്ടിലെ പൈസയും മുഴുവൻ നഷ്ടപ്പെടും. അതുകൊണ്ട് ബി കെയർഫുൾ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പോരുത്. ഒരു ലോൺ കൊടുക്കുന്ന സ്ഥാപനവും നിങ്ങളുടെ അങ്ങോട്ട് ലോൺ വേണോ എന്ന് വെച്ചിട്ട് വരില്ല. നമ്മൾ അങ്ങോട്ട് പോയിട്ട് വേണം നമ്മൾ ലോൺ അപ്ലൈ ചെയ്യാൻ. അപ്പൊ ഇന്ന് അങ്ങനെ നമുക്ക് അങ്ങോട്ട് പോയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ വരെ ലോൺ ലഭിക്കുന്ന ഒരു സ്ഥാപനത്തിനെയാണ് പരിചയപ്പെടുന്നത്. കേരള ഗവൺമെന്റിന്റെ ഓണർഷിപ്പിലുള്ള ഒരു സ്ഥാപനമാണ്. അപ്പൊ ഈ ഒരു ലോൺ തരുന്ന സ്ഥാപനത്തിനെ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാം. സ്ഥാപനത്തിന്റെ പേര് എന്ന് പറഞ്ഞാൽ KSBCDC, കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് ലോൺ കാര്യങ്ങൾ തരുന്നത്. ഇവർക്ക് ഒരുപാട് ലോൺ സ്കീമുകളുണ്ട്. കണ്ടു കഴിഞ്ഞ് ഞാൻ തന്നെ തലയിറങ്ങിപ്പോയി. അത്രയും സ്കീമുകളാണുള്ളത്. ഇത്രയും നല്ല സ്കീം ഉണ്ടായിട്ടാണല്ലോ ദൈവമേ നമ്മൾ ഈ പറഞ്ഞ ഒരുപാട് പേഴ്സണൽ ലോൺ ആപ്പുകളിൽ പോയിട്ട് ലോൺ എടുക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. എല്ലാം ഓൺലൈനിലൂടെ പ്രോസസ്. എല്ലാം കാണിച്ചു തരാം. ഒന്നാമത്തെ കാര്യം, മാക്സിമം ലോൺ എമൗണ്ട് 5 ലക്ഷം രൂപ വരെ തരുള്ളൂ പേഴ്സണൽ ലോൺ. രണ്ടാമത്തെ കാര്യം, 9.5% ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ്. മൂന്നാമത്തെ കാര്യം, റീപേയ്മെന്റ് പീരീഡ് 3 ലക്ഷം വരെയുള്ളത് 60 മാസം, 5 വർഷവും. 3 ലക്ഷത്തിന് പ്ലസ് ഉള്ളത് 72 മാസവും കാലാവധി നിങ്ങൾക്ക് തരുന്നത്. 5-6 മാസം കാലാവധി നിങ്ങൾക്ക് തരുന്നുണ്ട്. 5 വർഷം 3 ലക്ഷം വരെയുള്ള, അതിന് മേലുള്ളതിന് 6 വർഷം നിങ്ങൾക്ക് കാലാവധി തരുന്നുണ്ട്. ഏജ് ലിമിറ്റ് 18-നും 60-നും ഇടയിൽ. ആനുവൽ ഇൻകം നിങ്ങൾക്ക് ആനുവലി ഒരു 3 ലക്ഷം മുതൽ 8 ലക്ഷം രൂപ വരെ ഉള്ള വരുമാനം ആനുവൽ ഇൻകം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്ന് മാത്രം. അതുപോലെ തന്നെ പേഴ്സണൽ ലോൺ ഗവൺമെന്റ് എംപ്ലോയീസിന് കൊടുക്കുന്നുണ്ട്. അത് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൂടുതലാണ്, 11 അപ് ടു 10 ലക്ഷം രൂപ വരെ കൊടുക്കും. ഇതേപോലെ തന്നെയാണ് അതിന്റെ കാലാവധിയും ബാക്കി കാര്യങ്ങളൊക്കെ. 8 ലക്ഷത്തിന് ഇൻകം വേണം എബോ. എന്റെ വീട് ഹൗസിംഗ് സ്കീം ഉണ്ട്. എന്റെ വീട് ഹൗസിംഗ് സ്കീം ക്രെഡിറ്റ് ലൈൻ ഉണ്ട്, രണ്ടാമത്തത്. അതുപോലെ തന്നെ പുനർജനി ഉണ്ട് സ്കീം. അതുപോലെ ഗ്രീൻ വീൽ സെൽഫ് എംപ്ലോയ്മെന്റ് സ്കീം ഉണ്ട്. ഒരുപാട് സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് താഴെ പോയി നോക്കി. ഫോറിൻ എഡ്യൂക്കേഷൻ ലോൺ സ്കീം, പുറത്ത് പോയിട്ട് പഠിക്കുന്നതിന്റെ അതിന് പോലുള്ള ലോൺ സ്കീം ഉണ്ട്. ഒരുപാട് സ്കീമുകളുണ്ട്. സർക്കാരിന്റെ ആണെങ്കിൽ 100% സുതാര്യമായിട്ടുള്ള കാര്യമാണ്. ഇനി കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടോ, മാരേജ് അസിസ്റ്റൻസ് ലോൺ ഉണ്ട്. അതിന്റെയൊക്കെ വീഡിയോകൾ നമ്മൾ വരും ദിവസങ്ങളിൽ ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും ചെയ്യാം. സോ ബിസിനസ് ഡെവലപ്മെന്റ് ലോൺ ഉണ്ട്. നമ്മളിത് ഈ പറഞ്ഞ പ്രിയദർശിനി ഒരു ലോൺ സ്കീം കൊണ്ടുവരുന്നു പറയുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഡീറ്റെയിൽ എടുക്കാൻ നോക്കിയ സമയത്താണ് ഇത്രയും കിട്ടുന്നത്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നോക്കാം. അതിന് മുന്നോടിയായിട്ട് വരെ വിളിച്ചാൽ കിട്ടുന്ന കോൺടാക്ട് നമ്പറോ മറ്റു കാര്യങ്ങളുണ്ടോ നോക്കാം. ഇത് അങ്ങ് താഴെ കാണാം. കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇവരുടെ തിരുവനന്തപുരത്താണ്, വഞ്ചിയൂരാണ് ഇവരുടെ ഓഫീസ് വരുന്നത്. ഇതാണ് ഇവരുടെ ബിൽഡിങ്ങിന്റെ നമ്പറും കാര്യങ്ങളും. ഇവരെ വിളിക്കേണ്ട നമ്പർ ഇതാ 0471 ഇതിൽ വിളിക്കുക. ഇതാണ് രണ്ടാമത്തെ വേറെ ഒരു നമ്പർ ഉണ്ട്, 540, 539, 540, 2 നമ്പറുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ സ്കീമുകളെ കുറിച്ചുള്ള ഒരുപാട് വിവരങ്ങൾ, മാപ്പ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. എല്ലാം ജെന്യൂൻ കമ്പനിയാണ്, ജെന്യൂൻ ആയിട്ടുള്ള സ്ഥാപനമാണ്, ഗവൺമെന്റിന്റെ സ്ഥാപനമാണ്. നിങ്ങൾക്ക് ഇവരെ ഹോം പേജിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ കാണാം. അതവിടെ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഉണ്ടോ, ഗവൺമെന്റ് സംഭവമാണ്, തട്ടിപ്പല്ല. ഓക്കെ, താഴോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ലോൺ റീപേയ്മെന്റ് SBI കളക്ട് ലിങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കുറച്ചുകൂടി താഴെ പോയി കഴിഞ്ഞാൽ ഉണ്ടോ, ശ്രീ VD സതീശൻ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഇവിടെ എഴുതിയിട്ടുണ്ട്. ശ്രീമതി K തുളസി മിനിസ്റ്റർ ഓഫ് വെൽഫെയർ ആൻഡ് SC/ST ബാക്ക്വേർഡ് ക്ലാസസ് ആൻഡ് ചെയർപേഴ്സൺ ശ്രീമതി അഞ്ജു KS IAS മാനേജിംഗ് ഡയറക്ടർ. അപ്പം ഇവരാണ് ഇതിന്റെ ഭാരവാഹികൾ. അപ്പൊ ലോണൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്, തട്ടിപ്പല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ഫേക്ക് ആപ്ലിക്കേഷൻ അങ്ങനെ വിചാരിക്കരുത്. കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് ഈ ലോൺ കൊടുക്കുന്നത്, ജെന്യൂൻ ആണ്. ഇനി ഓൺലൈനിലൂടെ എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. ഇവരുടെ തന്നെ സൈറ്റിലെ ഏറ്റവും ടോപ്പിൽ ജാലകം എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ ഉണ്ട്, വായ്പ കൊടുക്കുന്നത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജാലകം വായ്പ രജിസ്ട്രേഷൻ. ഇതിനകത്ത് ന്യൂ രജിസ്ട്രേഷൻ ഉണ്ട്, ഓൾറെഡി രജിസ്റ്റേർഡ് ആയ ആൾക്കാരുണ്ട്. അപ്പൊ ന്യൂ രജിസ്ട്രേഷൻ എല്ലാം മലയാളത്തിലാണ്, കേരളത്തിലെ സ്ഥാപനം ആയതുകൊണ്ട് ന്യൂ
ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ, നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഫാദർ ഗാർഡിയൻ ആൻഡ് ഹൗസ്, പിന്നെ അതുപോലെ തന്നെ അഡ്രസ്സ് കാര്യങ്ങൾ, പോസ്റ്റ് ഓഫീസ്, പിൻകോഡ്, ഫോൺ നമ്പർ, അങ്ങനെയുള്ള എല്ലാം, ആനുവൽ ഇൻകം, റിലീജിയൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഡിസ്ട്രിക്ട്, താലൂക്ക്, വില്ലേജ്, ലൊക്കാലിറ്റി, എല്ലാ കാര്യം, എത്ര എമൗണ്ട് ആണ് ലോൺ നിങ്ങൾക്ക് വേണ്ടത്, ആ ലോണിന്റെ എമൗണ്ട് ആൻഡ് പ്രോജക്റ്റിന്റെ റിമാർക്ക് എന്തെങ്കിലും അത് എല്ലാ കാര്യം വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്വയമായിട്ട് സബ്മിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എല്ലാ സ്കീമുകളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. യു ക്യാൻ സെലക്ട് മാക്സിമം 4 സ്കീംസ് ഓൺലി. 4 സ്കീമുകളെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ സ്കീമുകളും ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് എല്ലാ ലോണുകളും എനിക്ക് വേണം എന്ന് വിചാരിക്കരുത്. അപ് ടു 4 സ്കീമുകൾ മാത്രമേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാ കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യാനുള്ള, ഓൺലൈനിൽ അപേക്ഷ കൊടുക്കാനുള്ള, അപ്ലൈ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. എല്ലാം ഓൺലൈൻ പ്രോസസ് ആണ്. ഓൺലൈനിലൂടെ തന്നെ പേയ്മെന്റ് അടക്കാനുള്ള സംവിധാനം ഇവർക്കുണ്ട്. അത്ര തന്നെ. അപ്പൊ അത്രയും ബൃഹത്തായിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണ്. ഇനി അടുത്തത് ഇവരുടെ പേജിലേക്ക് തിരിച്ചു വന്നാൽ ലോൺ റീപേയ്മെന്റ് SBI കളക്ട് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് എന്ത് സംഭവിക്കുമോ, SBIയുടെ ഡയറക്റ്റ് ഓപ്ഷനിലേക്ക് പോവാണ്. ഇവിടുന്ന് പേയ്മെന്റ് നിങ്ങൾക്ക് ഡയറക്റ്റ് പേ ചെയ്യാം. റീപേയ്മെന്റ് ഉണ്ടല്ലോ, അതൊന്നും ഓഫ്ലൈൻ പരിപാടികളേ ഇല്ല, എല്ലാം ഓൺലൈനിലാണ്. അപ്പോൾ പേ ചെയ്യാനുള്ള, ഓൺലൈനിലൂടെ പേയ്മെന്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനും അതിന്റെ ബട്ടണും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ പേ ഓൺലൈൻ അടിച്ചു കഴിഞ്ഞാൽ ലോണൊക്കെ ഓൺലൈനിലൂടെ നിങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റും. കണ്ട, SBIയുടെ സൈറ്റിലേക്ക് പോയി ഇവിടെ നിങ്ങൾക്ക് പേയ്മെന്റ് ഏത് ലോണാണ്, ആ ലോണിന്റെ ഡീറ്റെയിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. ഇതാണ് ഇവിടെ കണ്ടോ, എൻ്റർ ലോണിന്റെ നമ്പർ എൻ്റർ ചെയ്താൽ ലോണിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഫെച്ച് ചെയ്തിട്ട് മുന്നോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. അങ്ങനെയുള്ള സംവിധാനങ്ങൾ വരെ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അത്രയും ബൃഹത്തായിട്ടുള്ള സെറ്റപ്പാണ്. നോർമലി നമ്മുടെ കേരളത്തിലുള്ള ഒരു സ്ഥാപനം ഇത്രയൊക്കെ ഫുള്ളി ഡിജിറ്റലായിട്ട് ചെയ്യുന്ന കാര്യത്തിൽ തന്നെ അഭിമാനമുണ്ട്. പല സ്ഥാപനം അങ്ങനെ എല്ലാം ഡിജിറ്റലായി ചെയ്യുന്നില്ല. ഓഫീസിൽ പോയി കഴിഞ്ഞ് ഒരുപാട് കാര്യങ്ങളും പേപ്പറും കാര്യങ്ങളും കണ്ട് ഓഫീസറും കണ്ട് അയാൾ ഒപ്പിട്ടും എല്ലാം തന്നു കഴിഞ്ഞാൽ മാത്രമേ നടക്കുള്ളൂ. പക്ഷെ ഇത് കംപ്ലീറ്റ് ഓൺലൈനിലാക്കിയതിൽ വലിയൊരു കാര്യമുണ്ട്. മാത്രമല്ല ഒരു ലോൺ അല്ല, ഇത് അനേകം ടൈപ്പ് ഓഫ് ലോണുകൾ ഉണ്ട് എന്നാണ് മറ്റൊരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇവരുടെ ഓൺ ഫണ്ട് സ്കീം ഉണ്ട്. ഇവരുടെ ഓൺ ഫണ്ട് അല്ലാത്ത സെൻട്രൽ ഗവൺമെന്റിന്റെ കുറെ സ്കീമുകളുണ്ട്. പല സ്കീമുകളുണ്ട്, പല രീതിയിൽ ചെയ്യുന്ന സ്കീമുകളുണ്ട്. എല്ലാം ഇതിനകത്തുണ്ട്. അപ്പൊ ഇതൊക്കെ ഡീറ്റെയിൽസ് ഒറ്റ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന കാര്യമല്ല. ഒരുപാട് വീഡിയോകൾ വരുന്ന ദിവസങ്ങൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഷെയർ ചെയ്യാം. അന്നേരം ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ സംശയങ്ങളൊക്കെ ഉണ്ടാവും. ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കാൻ മറക്കരുത്. ഓർക്കുക സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ കോൺടാക്ട് ചെയ്ത നിരവധി ആൾക്കാർക്ക് ലോണൊന്നും കിട്ടാതെ അല്ലെങ്കിൽ ഫണ്ടൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ റിവാർഡ് എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ആണ്. ഇപ്പൊ തന്നെ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ ഏതെങ്കിലും ഒരു സ്കീമിൽ ലോൺ എടുക്കാൻ പറ്റും. വീട് റിപ്പയർ ചെയ്യാനോ, വീട് കെട്ടാനോ, കല്യാണം കഴിക്കാനോ, പേഴ്സണൽ ലോൺ എടുക്കാനോ. പേഴ്സണൽ ലോൺ വേറെയും ഗണത്തിലുണ്ട്. ഇനി ജോലി ഉണ്ടെങ്കിൽ ജോലിക്കാർക്ക് വേറെയും ലോൺ ഉണ്ട്. ബിസിനസ് തുടങ്ങാൻ ലോൺ ഉണ്ട്. ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ലോൺ ഉണ്ട്. എല്ലാ ടൈപ്പ് ലോൺ ഉള്ള കേരള സ്റ്റേറ്റിലെ ഒരേ ഒരു സ്കീം ഇതായിരിക്കും. ഒരേ ഒരു പ്രോജക്റ്റ്. വേറെ ഒരു പ്രോജക്റ്റിലും ഇത്രത്തോളം ലോണുകൾ, ഈ ചെറിയ ആക്ടിവിറ്റികൾക്കൊക്കെ ലോൺ കിട്ടുന്ന ഒരു സംഭവം ഇല്ല. ഇവൻ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ എനിക്കൊരു കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ പോലും ആ ഒരു മാരേജ് ലോൺ നമുക്ക് തരാൻ പോകുന്നില്ല ബാങ്കിൽ നിന്ന്. മനസ്സിലായില്ല? അവർ പേഴ്സണൽ ലോൺ വിഭാഗത്തിൽ നമ്മുടെ കുറെ കാര്യങ്ങൾ ചെക്ക് ചെയ്ത്, സാലറി ചെക്ക് ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തരും. പക്ഷെ ഇവിടെ അതിന് സ്കോപ്പ് ഉണ്ട്. ബിസിനസ് തുടങ്ങാനും ലോൺ ഉണ്ട്. എല്ലാ ടൈപ്പ് ലോണുകളുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഇപ്പൊ തന്നെ വാട്സപ്പിൽ അയച്ചു കൊടുക്കുക. എല്ലാവരും ലോൺ എടുക്കട്ടെ, ആവശ്യങ്ങൾ നിറവേറ്റട്ടെ, അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ വരും ദിവസങ്ങളിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മിനി ഷോണി സൈനിങ് ഓഫ്. ബൈ.